എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ആശംസകൾ നേരുന്നു. രാവിലെ സമയം 6 മണി. പള്ളിയിൽ ഈ കണ്ട കവർ ഹദീദ് എന്നതാണ് കേട്ടോ, വീട്ടിൽ നിന്ന്. പിന്നെ പോയത് നേരെ അടുത്തുള്ള പള്ളിയിലാണ്. സ്ഥിരം ഡെയിലി നമസ്കരിക്കാൻ വരുന്ന എല്ലാവരുമായിട്ട് അവിടെ ഒരുമിച്ച് കൂടി അവരുമായിട്ട് സന്തോഷത്തോടു കൂടി ഈദ് മുബാറക് ഒക്കെ പറഞ്ഞ് ആ ഒരു ചടങ്ങ് വല്ലാത്തൊരു ചടങ്ങ് തന്നെയാണ്. ഇരുന്ന ആളുകളെല്ലാം വരുന്ന ആളുകളെ ക്ഷണിച്ചുകൊണ്ട് സലാം പറഞ്ഞ് മുത്തം കൊടുത്ത് കൈകളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈദ് മുബാറക് ഒക്കെ പറഞ്ഞ് അവർ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവർ കൊണ്ടുവന്ന ഫുഡ് ഇതൊക്കെയാണ്. എന്തായാലും രാവിലത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു, ഗാവിയൊക്കെ കുടിച്ച് മധുരമൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ റൂമിൻ്റെ വെളിയിൽ നോക്കിയപ്പോൾ കഫീലിൻ്റെ പരിവാരങ്ങളായിട്ടൊക്കെ നിൽക്കണടേ. അങ്ങനെ അവിടെ നിന്ന് അവരുടെ അടുത്തൊക്കെ അസ്സലാമു അലൈക്കും ഈദ് മുബാറകൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമ വിളിച്ചിട്ട് പറഞ്ഞു ഓട്ടം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് 8 മണിക്ക് ഇറങ്ങി നേരെ ഇവിടെ ഒരു വീട്ടിൽ വന്നു. മാമ പറഞ്ഞു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ. സമയം ഇപ്പോൾ 9:55. എന്നെയും കാത്ത് ഒരു ടീം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. തിരിച്ച് ഞാൻ നേരെ മാമയെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ സമയം 12:30 മണി. നേരെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ജുമായി നമസ്കരിച്ചിട്ട് നേരെ ടീമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ അംഗമാണ് കുറിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ അസീമാക്കാടെ റൂമാണ്. കണ്ട ഒരു ഹൗസ് ഡ്രൈവറിന്റെ റൂമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ബാത്റൂം കണ്ടില്ലേ, വീതി ഉണ്ടെന്ന് നോക്കണം. ഉള്ളയിൽ ഏറ്റവും വലിയ റൂം ഇതാണ് അസീമാക്കായുടെ. ബാക്കിയുള്ളവരുടെ അവസ്ഥ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടതിൽ നമ്മുടെ ഇടയിൽ അസീമാക്കായുടെ റൂമാണ് ഏറ്റവും വലിയ റൂം. അൽഹംദുലില്ലാ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പുറത്തിറങ്ങിയപ്പോൾ ബലദിയ ഡ്രം കണ്ടപ്പോൾ ഒരു ബാഹുബലി ആകണമെന്ന് നമ്മുടെ ഷിബിൻ ഷാക്ക നമ്മുടെ സാമഗ്രികളെല്ലാം എടുത്ത് തറയിൽ വിരിച്ച് അവിടെ ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കണം, അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വൻ ചർച്ച. എൻ്റെ അമ്മ ഒരു രക്ഷയുമില്ല. ഇങ്കപ്പിടി അവരെ പിടി ഇവരെ പിടി, എന്തൊക്കെയാണോ കഥ. ആമിന ഫുഡ് വന്നേ മട്ടൻ ബിരിയാണിയാണ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് തട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ പറയണേ തട്ടാൻ ഇങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല. അവൻ പറയണേ ഞാൻ കാണിച്ചു തരാം, അതാ കണ്ടില്ലേ എന്താടാ നീ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ ഷൗട്ടി. ഈ പാത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചോന തോരണ്ടെന്ന്. പക്ഷേ സംഭവം ഭാഗം നോക്കുമ്പോൾ ചോറ് കുറച്ചേ ഉള്ളൂ. പാത്രത്തിൽ തട്ടിയപ്പോൾ സംഗതി മാറി. നമ്മൾ വിചാരിച്ചു ഇത് 6 പേർക്കും കഴിക്കാൻ തികയില്ല എന്ന്. എന്നാൽ പാത്രത്തിലിട്ട് നിരത്തിയപ്പോൾ അൽഹംദുലില്ലാ ഹയർ. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കഴിച്ചു തീർന്ന് നേരെ റൂമിൽ പോയി കഥയൊക്കെ പറഞ്ഞ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അജീറിന്റെ കഫീൽ കലിപ്പാണ്. അവനെ നേരെ റൂമിൽ കൊണ്ടാക്കണം. അവനെ റൂമിൽ കൊണ്ടാക്കിയതിന് ശേഷം നേരെ പോയത് ഷിബിൻ ഷാ കാക്കായുടെ റൂമിലാണ്. റൂമിൽ ചെന്നുടനെ ഒരു ബൂസ്റ്റ് എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ബൂസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി നേരെ നമ്മുടെ പറമ്പിപ്പാലത്തുള്ള അഫ്സലാക്കായുടെ റൂമിൽ വന്നപാടെ ഇതാ ഒരു കാഴ്ച. മൊബൈൽ സ്റ്റാൻഡ് കണ്ടില്ലേ, വൻ സെറ്റപ്പ്. അങ്ങനെ കുറച്ചു നേരം നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കട്ടൻ ചായ ഇട്ട് കുടിച്ച് നമ്മുടെ പെരുന്നാൾ ദിനം അങ്ങനെ കഴിഞ്ഞു.